വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. മിസ്സിന്റെ പേര് ശ്രീഭാമ SB മിസ്സിനെ നിങ്ങൾക്ക് വിളിക്കാം. സോ 2025 മിസ്സിന്റെ ആദ്യത്തെ ഒരു കോണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ്. സോ അതുകൊണ്ട് നിങ്ങളെ എന്താണ് മിസ് വിഷ് ചെയ്യുന്നു. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു അടിപൊളി ന്യൂ ഇയർ തന്നെ കിട്ടട്ടെ. സോ ഇന്ന് നല്ലൊരു വർഷം നിങ്ങൾക്ക് കിട്ടട്ടെ. ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് എ ജേർണി ത്രൂ സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ. അതിലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസുകളാണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. വെറുതെ ചാപ്റ്റർ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല അല്ലേ, കാരണം നിങ്ങൾക്ക് ഇനി വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യാം. റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. While making dosa, we sprinkle some water on the hot pan and it is disappear. Where does it go? Give the name of this process എന്നാണ് പറയുന്നത്. ആരെങ്കിലും ദോശ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ മക്കളെ? ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്താ കാണാൻ പറ്റുക? ദോശയിൽ നമ്മളിങ്ങനെ വെള്ളം തെളിക്കും അല്ലേ? നമ്മുടെ അമ്മമാരിങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല വെള്ളമൊക്കെ തെളിക്കും. പക്ഷെ നമ്മൾ ആ പറയുന്ന ദോശയുടെ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചാലും വെള്ളം കുറെ കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അത് ഡിസപ്പിയർ ആയിട്ട് പോയി അല്ലേ? അപ്പൊ എങ്ങോട്ട് ഡിസപ്പിയർ ആയിട്ട് പോയി എന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ എന്താ പറഞ്ഞു കൊടുക്കുക? അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്തുള്ള വെള്ളം എന്തായിട്ട് മാറി? ഇവാപ്പറേറ്റ് ആയിട്ട് പോയി, അല്ലെങ്കിൽ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ് അവിടെ നടന്നതെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കും അല്ലേ? അപ്പൊ എന്താണ് ഇവാപ്പറേഷൻ നമുക്ക് അറിയണം അല്ലേ? അപ്പൊ നോക്ക്, ദ വാട്ടർ വിച്ച് ഈസ് സ്പ്രിങ്കിൾ ഓൺ ദ ഹോട്ട് പാൻ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റീം ആയിട്ട് മാറാണ്. കണ്ടോ, ഈ വെള്ളം സ്റ്റീം ആയിട്ട് നീരാവി ആയിട്ട് മുകളിലോട്ട് പോവാണ്. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നിരുന്ന ആളാണെങ്കിലും എന്തായിട്ട് മാറി മക്കളെ? നീരാവി അല്ലെങ്കിൽ വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറുകയാണ് ചെയ്തത്. Steam is actually water vapor, some part of which converted into water droplets ആയിട്ട് മാറാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? ഇതിലകത്തുള്ള വെള്ളം മുകളിലോട്ട് പോയി. ഇങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ. നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് തോരിടുന്ന സമയത്ത് എങ്ങനെയാ അത് ഉണങ്ങി കിട്ടുന്നത്? ഡ്രൈ ആവുന്നത് എങ്ങനെയാ? അതും ഈ പറയുന്ന ഇവാപ്പറേഷൻ എന്ന പ്രോസസ്സാണ്. അപ്പൊ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് നിലം തുടച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ വെള്ളം പോവും. എന്തുകൊണ്ടാണ്? ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പൊ എന്താണ് ഇവാപ്പറേഷൻ? ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് വാട്ടർ ഇൻ ടു ഇറ്റ്സ് വേപ്പർ സ്റ്റേറ്റ് ഇസ് കോൾഡ് ഇവാപ്പറേഷൻ. ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാം, മിസ് പറഞ്ഞുതരാം. അപ്പൊ വാട്ടർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അല്ലേ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആളല്ലേ. സോ ലിക്വിഡ് ആയിട്ടുള്ള ആള് ഗ്യാഷ്യസ് ഫോമിലോട്ട് അഥവാ വേപ്പർ സ്റ്റേറ്റിലോട്ട്. അപ്പൊ LG എന്ന് പഠിച്ചു വെച്ചാൽ മതി. LG ആയിട്ട് മാറുന്ന സമയത്താണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഇവാപ്പറേഷൻ സംഭവിക്കുന്നത്. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആള് ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട്, അല്ലെങ്കിൽ വാട്ടർ ആയിട്ട് നിൽക്കുന്ന ആള് വാട്ടർ വേപ്പർ ആയിട്ട് പോവാണെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഇവാപ്പറേഷൻ. ദ പ്രോസസ് ഓഫ് ഇവാപ്പറേഷൻ ടേക്ക് പ്ലേസ് കണ്ടിന്യൂസ്ലി. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ നാച്ചുറൽ എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നോക്കുന്ന സമയത്ത് നമുക്കത് കാണാൻ വേണ്ടി പറ്റും. നാച്ചുറൽ ഫിനോമിന എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്? നമ്മുടെ സീയിൽ നിന്ന് അല്ലെങ്കിൽ റിവറിൽ നിന്നൊക്കെ ഇവാപ്പറേഷൻ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മുടെ സൺ ഉണ്ട്. സൺ എന്ത് ചെയ്യുന്നു? ഹീറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് ഇവാപ്പറേഷൻ സംഭവിക്കുന്നു. ക്ലിയർ? എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ആണ് അടുത്തത് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്താ? When the water vapor present in the air comes in contact with a cold surface, it forms water droplets. The process of conversion of water vapor into a liquid state is called dash. നേരെ തിരിച്ചു വന്നല്ലേ? The process of conversion of water vapor into liquid. ഇപ്പൊ നമ്മൾ പഠിച്ചു എന്താ? മുകളിലോട്ട് പോകുന്ന നീരാവിയെ പറ്റി പഠിച്ചു. ആ നീരാവി മുകളിൽ പോയിട്ടുള്ള ആൾക്കാര് തണുത്ത് തിരിച്ച് മഴയായിട്ട് റെയിൻ ആയിട്ട് വരാറുണ്ട് ഇല്ലേ? അതാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പോണ്ടിലും റിവറിലുള്ള വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് ആദ്യം പോയി, അത് കഴിഞ്ഞ് മുകളിൽ പോയി കണ്ടൻസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ തണുത്ത് മേഘമായി ക്ലൗഡായി അതിനുശേഷം റെയിൻ ആയിട്ട് വരാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ കൺവേർഷൻ ഓഫ് വാട്ടർ വേപ്പർ ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്. വാട്ടർ എന്ന് പറയുന്നത് എന്താ മക്കളെ? ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആള് എന്തായിട്ട് മാറാണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആൾ എന്തായിട്ട് മാറാണ് ചെയ്യുന്നത്? ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് വരാണ് ചെയ്യുന്നത് അല്ലേ? നേരെ തിരിച്ച് LG തിരിച്ചെഴുതിയ GL ആയി. അത്രയേ ഉള്ളൂ. ഗ്യാഷ്യസ് മുകളിൽ പോയ ആള് ലിക്വിഡ് ആയിട്ട് മാറുന്ന ആ പ്രോസസ്സിനെ കൺവേർഷൻ ഓഫ് വാട്ടർ വേപ്പർ ഇൻ ടു ലിക്വിഡ് ഈസ് കോൾഡ് കണ്ടൻസേഷൻ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടൻസേഷൻ. അതാണ് നമ്മൾ ഈ വാട്ടർ ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ടിരിക്കുന്നത് എപ്പോഴും നിങ്ങൾ കാണുന്നത് ഇല്ലേ? അവിടെ നടക്കുന്നത് കണ്ടൻസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. റെഡി അല്ലേ? എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടിപൊളിയായിട്ട് ഒരു മാഗി ഉണ്ടാക്കി നോക്കിയാലോ? മാഗി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? മാഗി അടച്ചു വെക്കും അല്ലേ? അടച്ചു വെച്ച് കുറേ കഴിഞ്ഞിട്ട് നമ്മൾ മാഗി ഉണ്ടാക്കി കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് അതിനുള്ളിൽ മൊത്തം
വാർത്തകൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണും ഇല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വന്നിട്ടുള്ളത്? അതും ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടൻസ് ചെയ്തു അല്ലേ? അവിടെ കണ്ടൻസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കുക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഈ അടപ്പിന്റെ മുകളിലാണ് നമ്മൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണുന്നത്. ഓക്കെ, റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. Water excess in tree state. Is this statement correct or not? Give the explanation. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് സ്റ്റേറ്റ് ആണ് 3 സ്റ്റേറ്റ് എന്ന് നമുക്കറിയാം അല്ലെ. സോളിഡ് ആയിട്ട് നിൽക്കും, എന്നാൽ ഐസ് ക്യൂബ് പോലെ നിൽക്കും, വെള്ളമായിട്ട് ഒഴുകി നടക്കും, ആൻഡ് വേപ്പർ ആയിട്ട് നീരാവി ആയിട്ട് പോകും. ഈ 3 സ്റ്റേറ്റ് നമ്മുടെ വാട്ടർ കാണിക്കുന്നില്ലേ? ഓഫ് കോഴ്സ് കാണിക്കുന്നുണ്ട് ഇല്ലേ? സോളിഡ് ആയിട്ടും ലിക്വിഡ് ആയിട്ടും ഗ്യാസ് സ്റ്റേറ്റിൽ നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ സ്വന്തം വാട്ടർ. സോ അതോടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവരെ 3 പേര് 3 സ്റ്റേറ്റിലും നിൽക്കുന്നുണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. കണ്ടോ? ഐസ് ക്യൂബ് സോളിഡ് അല്ലേ, കട്ടയായിട്ടല്ലേ നിൽക്കുന്നേ. എന്നാൽ കുറച്ച് ഒഴുകി നടക്കാൻ കഴിവുള്ള, ഫ്ലോ ചെയ്യാനുള്ള കഴിവാണ് നമ്മുടെ ലിക്വിഡ്. ആൻഡ് ഗ്യാസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യും? ഗ്യാസ് ആയിട്ട്, വാതകമായിട്ട് പോവാണ് ചെയ്യുക അല്ലേ. അപ്പൊ സോളിഡ് സ്റ്റേറ്റ് ഷേപ്പോട് കൂടിയിട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദ കണ്ടെയ്നർ, ഏത് കണ്ടെയ്നറിലാണോ അതിന്റെ ഷേപ്പിൽ അത് നിൽക്കുന്നു അല്ലേ, വിച്ച് ഈസ് പ്ലേസ്ഡ് വൈൽ ദ വാട്ടർ ടേക്ക് ഇൻ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ഐസ് ഡസ് നോട്ട് ഫ്ലോ ഓർ സ്പ്രെഡ്. ഐസ് എന്ന് പറയുന്ന സാധനം നമ്മൾ എല്ലാവരും കഴിക്കുന്നല്ലടാ. ഐസ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സോളിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഷേപ്പായിട്ട് നിൽക്കുന്ന ആളാണ്. എന്നാൽ അത് ഈ സമയത്ത് നമ്മുടെ ഈ ലിക്വിഡ് ആയിട്ടുള്ള ആളോ, വാട്ടർ എന്ന് പറയുന്ന ആളെന്താണ്? ഫ്ലോസ് ആൻഡ് ചേഞ്ചസ് ഇറ്റ്സ് ഷേപ്പ് അല്ലേ. ഇപ്പൊ മിസ് ഒരു വലിയ കുടത്തിലെടുത്താൽ അതിന്റെ ഷേപ്പായിരിക്കും, ഒരു പോട്ടിലെടുത്താൽ, കുഞ്ഞി വേറെ പോട്ടിലെടുത്താൽ അതിന്റെ ഷേപ്പായിരിക്കും, ഗ്ലാസ്സിലെടുത്താൽ അതിന്റെ ഷേപ്പായിരിക്കും. പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ലാത്ത ഒരാളാണ് നമ്മുടെ ലിക്വിഡ്. കാരണം അങ്ങനെ ഫ്ലോ ചെയ്ത് നടക്കാൻ, ഒഴുകി നടക്കാൻ, നിങ്ങളെ പോലെ അങ്ങനെ പാൽപ്പറന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അല്ലെ. സോ വാട്ടർ ഡസ് നോട്ട് ഗീവ് എ ഫിക്സഡ് ഷേപ്പ്. നമുക്ക് വാട്ടറിന് കൊടുക്കാൻ പറ്റില്ല. അത് ഏത് കണ്ടെയ്നറിലാണോ എടുക്കുന്നത്, ദാറ്റ് ഷേപ്പ് അല്ലെ, അതിന്റെ ഷേപ്പിലോട്ടേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാറാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അങ്ങനെയുള്ള സ്റ്റേറ്റിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ വാട്ടർ. അതാണ് ലിക്വിഡ് സ്റ്റേറ്റ്. ഇനി ലാസ്റ്റ് സ്റ്റേജ് ആണ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്താ മക്കളെ? ഫ്രീ ബേർഡ് ആയിട്ട് അങ്ങനെ ഓടി നടക്കാൻ പറ്റുന്ന ആളുകൾ അല്ലേ. ദ എക്സിറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് സ്പ്രെഡിങ് ഔട്ട് ദ എൻറ്റയർ അവൈലബിൾ സ്പേസ്. ഇവിടെ ഒരു സ്പേസ് ഉണ്ടോ, അങ്ങോട്ടും. ഒത്തൊരു സ്പേസ് ഉണ്ടോ, അപ്പുറത്തോട്ട് പോകും. ഇങ്ങനെ ഓടി നടക്കുന്ന ആളാണ്. അപ്പോൾ ഗ്യാസസ് ഡസ് നോട്ട് പൊസസ് എ ഫിക്സഡ് ഷേപ്പ്. അവർക്ക് ഒരു ഷേപ്പും ഇല്ല. അവരൊരിക്കലും ഫിക്സഡ് ഷേപ്പാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തേ ഇല്ല. റെഡി? And water vapor exists at a room temperature, even though invisible to us. It present in the air around us. The water that evaporated during process like a drying cloth, mopping floor, contribute to the water vapor. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അല്ലേ, ആദ്യം ഡിസ്കസ് ചെയ്ത കാര്യം ആയതുകൊണ്ട് മിസ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ എത്ര ആലോചിച്ചാൽ മതി, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് സ്റ്റേറ്റിൽ ഇവിടെ വാട്ടറിന് നിൽക്കാൻ പറ്റും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസുകൾ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞില്ല. ബാക്കി നമുക്ക് പോകുന്ന വഴിയിൽ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അപ്പൊ എല്ലാ മക്കളും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത അടിപൊളി മക്കളായിട്ടിരിക്കുക. അപ്പൊ ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ. അതുവരേക്കും ബൈ ബൈ, സീ യു.